الذي لم يلد ولم يولد ولم يكن له كفوا أحد. الصلاة والسلام على سيد الإنسان وعلى آله وأصحابه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله جعل لكم من بيوتكم سكنا. وقال نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم: أربع من السعادة: المرأة الصالحة، والمسكن الواسع، والجار الصالح، والمركب الهنيء، وكما قال عليه السلام: رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. الله سبحانه وتعالى നമ്മളെ ഈ പരിശുദ്ധമായ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരികയും ശിഷ്ടമുള്ള ജീവിതം, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട നന്മകൾ നിറഞ്ഞ ജീവിതമാക്കി തീർക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെ എല്ലാ കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുകയും അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം അവരിലേക്കും നമ്മളിലേക്കും അല്ലാഹു നോക്കുകയും ചെയ്യുമാറാകട്ടെ. രോഗികളായി ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഒക്കെ കഴിയുന്ന ആളുകൾ, അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുകയും എല്ലാത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മളെയും നമ്മളുമായി വേണ്ടപ്പെട്ട നമ്മളുമായി സഹകരിക്കുന്ന എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൃപ കൊണ്ട് അതിൽ നിന്നെല്ലാം സംരക്ഷിക്കട്ടെ. മനുഷ്യൻ പല മേഖലകളിൽ അവൻ്റെ ജീവിത വ്യവഹാരങ്ങളിൽ ബന്ധപ്പെടാറുണ്ട്. പ്രകൃതിയാൽ തന്നെ അവൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഏത് മേഖലകളിലായാലും മനുഷ്യൻ അതിലെല്ലാം വിജയം കൈവരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കുറേ ആളുകൾ അതിലൊക്കെ വിജയം കൈവരിക്കുകയും ചിലപ്പോൾ പരാജയപ്പെട്ടു പോവുകയും ചെയ്യും. അതൊക്കെ ഓരോ സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച് സംഭവിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ദുനിയവിയായ ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് അവൻ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ അവന് വിജയിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യനിലുണ്ടായാൽ അവൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനമാക്കി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്ന. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അർബഉ മിന സആദ, 4 കാര്യങ്ങൾ വലിയ വിജയത്തിൽപ്പെട്ടതാണ്. ഒന്നാമതായിട്ട് നബി തങ്ങൾ പറഞ്ഞു, അൽ മർഅത്തു സ്വാലിഹ, നല്ല സ്വാലിഹായ ദീനിയായിട്ടുള്ള ഒരു ഭാര്യ ഒരു മനുഷ്യനുണ്ടായാൽ അതവൻ്റെ വിജയത്തിൻ്റെ ഒരു കാരണമാണ്. ഒരു പ്രാവശ്യം വാക്യാത്തിൽ നമുക്ക് പാഠമെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളെല്ലാവരും സ്വാലിഹായ ഇണയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. ഒരു ആപ്തവാക്യം, അത് നബി തങ്ങൾ പറഞ്ഞതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അൽ മർഅത്തു സ്വാലിഹത്തു കഗുറാബിൽ അഗ്സം, സ്വാലിഹായ പെണ്ണെന്ന് പറയുന്നത് അത് വെള്ളക്കാക്കയെ പോലെയാണെന്ന്. വെള്ളക്കാക്കയെ കണ്ട ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? കാക്കയ്ക്ക് സാധാരണ നിറം കറുപ്പാണ്, അതുപോലെയാണ് സ്വാലിഹത്തായ പെണ്ണെന്ന്
ഉസ്താദ് തമാശ രൂപേണ നമുക്ക് പറഞ്ഞു തന്നത് സാന്ദർഭികമായിട്ടൊന്ന് പറഞ്ഞതാണ്. അതായത് സ്വാലിഹായ പെണ്ണിനെ കിട്ടുക എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യമെന്നാണ് അതിൻ്റെ ആശയം. രണ്ടാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വൽ മസ്കനുൽ വാസിഅ, വിശാലമായിട്ടൊരു വീടുണ്ടാവുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടതാണ്. മൂന്നാമതായിട്ട് നബി തങ്ങൾ പറഞ്ഞു വൽ ജാറു സ്വാലിഹ്, നല്ല ഒരു അയൽവാസി ഉണ്ടാവുക. നല്ലൊരു അയൽവാസി ഉണ്ടെങ്കിൽ മനുഷ്യന് പകുതി സമാധാനമാവും. വൽ മർക്കബുൽ ഹനി, നാലാമത് പറഞ്ഞു നല്ലൊരു വാഹനം ഒരാൾക്കുണ്ടായാൽ അവൻ്റെ വിജയം നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അപ്പോൾ മനുഷ്യന്റെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ഹദീസിലൂടെ പറഞ്ഞത്. ഇതിൽ ഒരു കാര്യം നബി തങ്ങൾ പറഞ്ഞത് അൽ മസ്കനുൽ വാസിഅ, വിശാലമായ ഒരു വീട് മനുഷ്യനുണ്ടാവുക എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് ഒരു ഭവനം നിർമ്മിക്കുക, നല്ലൊരു ഭവനം, വൃത്തിയുള്ള, കാണാൻ ഭംഗിയുള്ള, ആരും കുറ്റം പറയാത്ത ഒരു വീട് നിർമ്മിച്ച് അതിൽ കയറി വിശ്രമിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും ആഗ്രഹമാണ്. എന്നല്ല, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പുരുഷായുസിൻ്റെ അധിക സമയവും അവൻ്റെ സമ്പാദ്യത്തിൻ്റെ സിംഹഭാഗവും അവൻ അതിനു വേണ്ടിയിട്ടായിരിക്കും ചെലവഴിക്കുന്നത്. ഒരു പ്രാവശ്യം ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്രവാസിയായ മലയാളികൾ സാധാരണ ഒരു 10-25-30 വയസ്സോളം പഠിക്കും. പഠിച്ചതിന് ശേഷം പിന്നീട് അവൻ പ്രവാസ ലോകത്തേക്ക് പോകും. അവിടെ ചെന്നിട്ട് കുറേ നാൾ അധ്വാനിക്കും. ആ അധ്വാനിക്കുന്ന പണം കൊണ്ട് വലിയ വീടുണ്ടാക്കും. കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ വലിയ വീടുണ്ടാക്കും. ആ വീടുണ്ടാക്കി കഴിയുമ്പോൾ ഏകദേശം മക്കളെ കെട്ടിക്കാറാവും. അങ്ങനെ മക്കളെ കെട്ടിച്ച് കഴിഞ്ഞു. അത് കഴിയുമ്പോഴത്തേക്കും പിന്നീട് വാർദ്ധക്യത്തിലേക്ക് എത്തും. പിന്നീട് നാട്ടിലേക്ക് വരും. അപ്പോൾ അവൻ്റെ ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെട്ട നിലയിലായിരിക്കും തിരിച്ചു വരുന്നതെന്ന് നമ്മുടെ സാധാരണഗതിയിൽ എല്ലാവരുടെയും കാര്യം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ വീടുണ്ടാക്കുക എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും ആഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സക്കന. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടാണ് വീട് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നല്ല വീടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നുള്ളത് അതൊരു നല്ല കാര്യമാണ്. അതരമായ പക്ഷേ ആ വീടുണ്ടാക്കുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി തങ്ങൾ പറഞ്ഞു ഫിറാശുൽ റജുൽ. ഫിറാശ് എന്ന അറബിയിൽ പറയുന്നത് സാധാരണ പുതപ്പിനാണ് ഫിറാശ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു മുറി എന്നോ അങ്ങനെയൊക്കെ നമുക്ക് അർത്ഥം പറയാം. ഫിറാശുൽ റജുൽ, നബി തങ്ങൾ പറഞ്ഞു ഒരു വ്യക്തിക്ക് നല്ലൊരു വീട് വേണം, അതിൽ ഒരു മുറി അവന് വേണ്ടിയിട്ട് വേണം. ഫിറാശുൽ അഹ്ലിഹി, അവൻ്റെ കൂടെ താമസിക്കുന്ന ആശ്രിതരായിട്ടുള്ള മക്കളുണ്ടാവും, ഉപ്പ ഉമ്മ ഇവരൊക്കെ ഉണ്ടാവും, ഇവർക്ക് വേണ്ടിയിട്ട് മറ്റൊരു മുറി ഉണ്ടാകണം. വസ്സാലിസുൽ വൈഫി, അതേപോലെ മൂന്നാമത്തെ ഒരു മുറി എന്ന് പറയുമ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആവശ്യത്തിനുള്ള ഒരു വീടെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ മൂന്നാമത്തെ ഒരു മുറി ആരെങ്കിലുമൊക്കെ വന്നാൽ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് അതിഥികൾക്ക് വേണ്ടി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മറ്റൊരു മുറി ഉണ്ടാകണം. ഇനി നാലാമതായിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആഡംബരത്തിന് വേണ്ടി, പ്രൗഢിക്ക് വേണ്ടിയൊക്കെ വീട് നിർമ്മിക്കുന്ന ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നാലാമതായിട്ട് അവൻ ഉണ്ടാക്കുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ സ്വരുക്കൂട്ടുന്നതെല്ലാം അത് ശൈത്താന് വേണ്ടിയിട്ടാണ്, ശൈത്താന് വേണ്ടി സൗകര്യം ഒരുക്കി കൊടുക്കലാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെയൊക്കെ വീടുകൾ എടുത്ത് നോക്കിയാൽ ആഡംബരത്തിനും പ്രൗഢിക്കും വേണ്ടി എന്തൊക്കെയോ വലിയ കാട്ടിക്കൂട്ടലുകൾ ഒരു വീടിൻ്റെ പേരിൽ നടത്തുന്നതായിട്ട് നമുക്ക് വെറുതെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനയിൽ ഇരുന്നു കൊണ്ട് ഇത് പറയുമ്പോൾ
മദീനയിലോ മക്കയിലോ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു വീടുകളും അമ്പരചുംബികളായ ആഡംബരത്തിൻ്റെ പ്രൗഢി നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടും അന്ന് ആർക്കും കാണാൻ സാധിക്കത്തില്ലായിരുന്നു. കാരണം അന്നത്തെ മുഴുവൻ വീടുകളും ഈന്തപ്പനയുടെ മണല് കൊണ്ട് കീറി ഈന്തപ്പനയുടെ ഓലമേഞ്ഞ ചെറ്റക്കുടിലിൻ്റെ അകത്ത് കഴിയുന്ന കുറേ സഹാബാക്കൾ, പട്ടിണി പാവങ്ങളായ കുറേ സഹാബാക്കൾ. അതിനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങൾ നബിതങ്ങൾക്ക് ഒരുക്കി കൊടുക്കാൻ അവിടെ നിന്റെ സഹാബാക്കൾ തയ്യാറായിട്ടും നബിതങ്ങളുടെ വീടിനെ പറ്റിയിട്ട് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്, രാത്രിയിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കും. നബിതങ്ങൾ സുജൂദിലേക്ക് വരുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുമ്പോൾ ഞാൻ എൻ്റെ കാല് മടക്കി വെച്ചു കൊടുക്കും എന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിനെ പറ്റിയിട്ട് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായിട്ട് നമുക്ക് ഹദീസിൽ കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ എത്രത്തോളം ചെറുതായിരിക്കും ആ വീട്. 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള, ഒരാൾക്കൊന്ന് നമസ്കരിച്ചിട്ട് സുജൂദിലേക്ക് പോകുമ്പോൾ മറ്റൊരാൾ കാല് മടക്കി വെച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര വിശാലത ഉണ്ടായിരിക്കും ആ വീടിനെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണ കാലഘട്ടത്തിൽ അന്ന് ഇസ്ലാമിന് വല്ലാത്ത അഭിവൃദ്ധി വന്ന കാലഘട്ടമാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ വേണ്ടിയിട്ട് പേർഷ്യയിൽ നിന്നും ഒരാൾ കടന്നു വരും. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ വിശാലമായിട്ടുള്ള ഭരണത്തിന്റെ എല്ലാ കാര്യങ്ങളും കേട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കി, അദ്ദേഹത്തിന്റെ ആ പരിത്യാഗത്തെ കുറിച്ച് മനസ്സിലാക്കിയ ഒരാൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുന്നതിന് വേണ്ടിയിട്ട് പേർഷ്യയിൽ നിന്നും മദീനയിലേക്ക് വരികയാണ്. അങ്ങനെ മദീനയിലേക്ക് കടന്ന അദ്ദേഹം അവിടെ കണ്ട ഏതോ ഒരു സഹാബിയോട്, അല്ലെങ്കിൽ അവിടെ കണ്ട ഏതോ ഒരു മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, ഐന ഖസ്റു അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബിന്റെ കൊട്ടാരം ഒന്നെനിക്ക് കാണിച്ചു തരുമോ എന്ന് ആ മനുഷ്യൻ ചോദിക്കുന്നു. ഉടനെ ആ സഹാബി അത്ഭുതപ്പെടുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഉമറിന് കൊട്ടാരം എവിടെ? ഉമറിന് കൊട്ടാരമൊന്നുമില്ല. ആ കാണുന്ന മരച്ചുവട്ടിന്റെ അടിയിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കിയാൽ ചിലപ്പോൾ അതിന്റെ അടിയിൽ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്നത് കാണാം. അവിടെ ചെന്ന് നിങ്ങൾ വിളിച്ചു നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അങ്ങോട്ട് വിടും. അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്. ഈ പേർഷ്യയിൽ നിന്ന് വന്ന മനുഷ്യൻ ആ മരച്ചുവട്ടിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്റെ കയ്യെ തലങ്ങണയാക്കി വെച്ചുകൊണ്ട് ആ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ആ മനുഷ്യനെ കാണുമ്പോൾ വിളിച്ചിട്ട് അദ്ദേഹം ചോദിക്കും, നിങ്ങളാണോ ഉമർ? അദ്ദേഹം പറയും, ഞാനാണ് ഉമർ. അത്ഭുതപ്പെട്ടു പോകുന്നു ആ മനുഷ്യൻ. കാരണം ഒരു രാജാവ് ഏകദേശം അധികം ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ലോകത്തിന്റെ 3/2 ഭാഗം ഇസ്ലാമിന്റെ കീഴിൽ വന്ന സമയമാണ്. ഒരുപാട് സമ്പത്ത് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക്, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ വന്ന സമയത്തും ഒരു പരിവാരങ്ങളില്ലാതെ, പ്രൈവറ്റ് സെക്രട്ടറിമാരില്ലാതെ, അതുപോലെ ഭടന്മാരില്ലാതെ ഒറ്റയ്ക്ക് ഒരു മരച്ചുവട്ടിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ഇസ്ലാമിക ഭരണകൂടത്തിന്റെ, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ആ നേതാവിനെ കണ്ടിട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോകുന്നുവെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇതാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും മാതൃകയായിട്ട് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വിശാലമായിട്ടുള്ള ശൈത്താന് വേണ്ടി നിർമ്മിക്കുന്ന ആ വീട് നമുക്ക് ഇന്ന് നമ്മളുടെ ഇടയിൽ, നമ്മളുടെ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ വീട് വയ്ക്കുന്നത് വല്ലാത്ത മത്സര ബുദ്ധിയോട് കൂടിയാണ്. മറ്റൊരാൾ വയ്ക്കുമ്പോൾ അതിനേക്കാളും വലിയ വീട് എനിക്ക് വേണം, അതിനേക്കാളും വലിയ സൗകര്യങ്ങളുള്ള ആൾക്കാരെയൊക്കെ കണ്ടാൽ ആ ഉഷാറായിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള വീടുകൾ വയ്ക്കണം എന്നുള്ള രീതിയിൽ വലിയ ആഡംബരത്തോടു കൂടി പൊങ്ങച്ചം കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എത്രയോ ആളുകൾ വീട് വെച്ച് താമസിക്കാൻ ആളില്ലാതെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ വീട് വെച്ചിടും, എന്നിട്ട് അവർ താമസിക്കുന്നത് ഗൾഫിലോ മറ്റോ ആയിരിക്കും. പടഭണ്ഡാരം കണക്കത്തെ വലിയ വീട് വെച്ചിട്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി താമസിക്കും. ഇനി വലിയ വീടാണെങ്കിൽ തന്നെ വിശാലമായ വീടുണ്ടാകും, അതിൽ താമസിക്കാൻ ആകെ 1-2 ആളുകൾ മാത്രം കാണും. അങ്ങനെയുള്ള എത്രയോ വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും വീട് വെച്ച് തീർത്താൽ, പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും വീട് വെച്ച് തീർത്താൽ മതി എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കും. പക്ഷെ സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് വല്ലാത്ത ആഗ്രഹങ്ങളും വല്ലാത്ത പൂതികളും വീട് വയ്ക്കുമ്പോൾ ഉണ്ടാവും. അവിടെ ഒരു മുറി ഇങ്ങനെ വേണം, ഇവിടുത്തെ ഡൈനിങ് ഹാൾ ഇങ്ങനെ വേണം, ഇവിടുത്തെ ഹാള് എല്ലാവർക്കും വന്ന് വിശാലമായ രീതിയിൽ ഒരു കല്യാണ മണ്ഡപം പോലെ എന്ത് പരിപാടി വന്നാലും ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ രീതിയിലായിരിക്കണം. കിച്ചണിലാണെങ്കിൽ പിന്നെ ലോകത്ത് എന്തെല്ലാം റെസ്റ്റോറൻറ്റുകളിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടോ അതെല്ലാം മുഴുവൻ
അതെല്ലാം വേണമെന്നുള്ള രീതിയിൽ എനിക്കറിയാം അങ്ങനെ വീട് വയ്ക്കുന്ന ആളുകളെ. എനിക്ക് ഏറ്റവും അറിയാവുന്ന എൻ്റെ ഏറ്റവും അടുത്ത ഒരാൾ വീട് വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓരോ വീട്ടിലും പോയിട്ട് അവിടുത്തെ സൗകര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്, അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വേണം, അവിടെ ഇങ്ങനെയാണ്, അപ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് വെച്ചു. കോടിക്കണക്കിന് രൂപ ചിലവായി. അന്ന് അദ്ദേഹത്തിന് ഗൾഫിൽ നല്ല ബിസിനസ് ആയിരുന്നു. അവസാനം അവിടെ ഗൾഫിൽ റോഡിന്റെ പണി വന്നപ്പോൾ റോഡ് മാറ്റി വിട്ടു. വണ്ടികൾ ഇദ്ദേഹത്തിന്റെ കടയുടെ മുമ്പിലൂടെ പോകാതായി. കച്ചവടം പൊളിഞ്ഞു. ഇവിടെ ലോൺ എടുത്ത് വെച്ച വീടാണ്. കോടിക്കണക്കിന് രൂപ ചെലവിൽ ഇവിടെ ലോൺ എടുത്ത് വെച്ച വീടാണ്. അവസാനം ആ ലോൺ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കയ്യിൽ കുറച്ച് സ്വർണങ്ങൾ ഉള്ളത് കൊണ്ട് പിടിച്ചു നിന്നു എന്ന് മാത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കായംകുളത്തുള്ള ഒരു സുഹൃത്ത് ഏകദേശം 2018 ആ സമയത്താണ്. അദ്ദേഹം ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അന്ന് അദ്ദേഹം ഒരു ഇന്റീരിയർ വർക്കിന്റെ കാര്യം പറഞ്ഞു, ഒരു വീടിന്റെ ഇന്റീരിയർ വർക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ വീട്ടിന്റെ അടുക്കളയിൽ മാത്രം 7 ലക്ഷം രൂപയുടെ ഇന്റീരിയർ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ ഇത്രയും വലിയ വീട്ടിൽ ഇത്രയും 7 ലക്ഷം രൂപയുടെ ഇന്റീരിയർ ഒക്കെ ചെയ്യുന്നത്? അതിപ്പോ ഒന്നുമില്ല, ആൾക്കാരൊക്കെ വന്ന് കാണുമ്പോൾ നല്ല ഉഷാറായിട്ടുണ്ടല്ലോ എന്നൊന്ന് പറയണം. അതല്ലാതെ ഇപ്പൊ എന്താ ആൾക്കാർക്ക് ഇത്രയും വലിയ ഇന്റീരിയർ സംവിധാനം 7 ലക്ഷം രൂപയ്ക്ക്? അന്ന് അത്ര, ഇന്നിപ്പോ അതിൽ ഇരട്ടി ആയിക്കാണ്. ഇന്ന് 14-20 ലക്ഷം രൂപ ആയിക്കാണ് ആ ഒരു സംവിധാനം ചെയ്യണമെങ്കിൽ. അപ്പൊ അത്രയും ആളുകൾ ആഡംബരത്തോടുകൂടി വെറുതെ പൊങ്ങച്ച കാണിക്കാൻ, പ്രൗഢി കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വറാബിഉ ലിശ്ശൈത്താൻ, നാലാമതായിട്ട് ഇങ്ങനെ മോടി കൂട്ടുന്ന വീടുകൾ അത് ശൈത്താന് വേണ്ടിയിട്ടുള്ളതാണ്. ശൈത്താന് വേണ്ടിയിട്ടുള്ള സൗകര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കലാണെന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിങ്ങളൊരു വീട് നമ്മൾ ഒരാഴ്ച വന്ന് അടച്ചിട്ടിട്ട് വന്നാൽ തന്നെ ഒരു മൂകതയായിരിക്കും ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരു നമുക്ക് താമസിക്കാൻ ആവശ്യത്തിനുള്ള ഒരു വീട് അത് ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആഡംബരം കാണിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവർ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ പ്രശംസ വാങ്ങിച്ചു കൂട്ടുന്നത്? നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തി വേണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ പറഞ്ഞത് അതനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സൗകര്യങ്ങളുള്ള ഒരു വീട്, കയറി കിടക്കാൻ ഒരു വീട് വേണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ പറ്റി പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അൻ അലാമത്തി സ്സാഅ, നബിയെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ പറ്റിയിട്ട് പറയണം. അങ്ങനെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, വൻ തറൽ ഹുഫാത വൽ ഉറാത എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഒന്ന് ഓർത്തു നോക്കൂ. നബി തങ്ങൾ പറയുന്നു, പട്ടിണി പാവങ്ങളായിട്ടുള്ള, ചെരുപ്പില്ലാതിരുന്ന പാവങ്ങളായിട്ടുള്ള, പച്ചപ്പാവങ്ങളായിട്ടുള്ള ആളുകൾ, അവരെല്ലാവരെയും നീ കാണുന്നതാണ്. വലിയ കൊട്ടാരങ്ങൾ വെച്ചിട്ട് അതിൽ അഭിരമിക്കുന്നവരായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇവിടെ നബി തങ്ങൾ പറഞ്ഞത് ഒരു തൊഴിലിനെയും നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞതല്ല. പക്ഷേ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ മനുഷ്യൻ അങ്ങനെ ആയിത്തീരും. അതായത് അവന്റെ സൗകര്യങ്ങൾ ഓരോരുത്തർക്കും അനുസരിച്ച് ഓരോരുത്തരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ പട്ടിണി പാവങ്ങളായിട്ടുള്ള ആളുകൾ അവരെങ്ങനെയെങ്കിലുമൊക്കെ സമ്പാദിച്ച് ഇങ്ങനെയുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ, അമ്പരചുംബികളായിട്ടുള്ള, ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യൻ ഒരുങ്ങുന്നതും അങ്ങനെയുള്ള ഒരു കാലഘട്ടം കാണാൻ സാധിക്കുമെന്ന് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ശരീഫ് ചോദിക്കുന്നു, വതത്തഖിദൂന മസാനിഅ ലഅല്ലകും തഖ്ലുദൂൻ. നമ്മുടെ വീടുകളൊക്കെ കണ്ടാൽ തോന്നുന്നത് പോലെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ചോദിക്കുന്നു, ഇത്രയും വലിയ വീടുകളൊക്കെ വെച്ചിട്ട് വതത്തഖിദൂന മസാനിഅ ലഅല്ലകും തഖ്ലുദൂൻ, ഈ വീട്ടിലൊക്കെ ശാശ്വതമായിട്ട് മരിച്ചു പോവാതെ നിങ്ങൾ താമസിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലും മരണം ഉണ്ടാകാത്ത ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകും. ആ ജീവിതത്തിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ വീടുകൾ ഉണ്ടാക്കി അതിൽ താമസിക്കണം എന്നുള്ള ആഗ്രഹമാണോ നിങ്ങൾക്കുള്ളത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ശരീഫ് ചോദിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആവശ്യത്തിനുള്ള വീട് വേണം. കടം വാങ്ങിച്ച് ബാങ്കിൽ നിന്നും ലോൺ എടുത്തുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള നിർമ്മാണം നമ്മൾ ഒഴിവാക്കണം. ഇങ്ങനെയുള്ള വീടുകൾ, ഇങ്ങനെ നിർമ്മിക്കുന്ന വീടുകൾ അത് ദുനിയാവിലും ആഖിറത്തിനും മനുഷ്യന് ഖേദത്തിന് കാരണമാകുമെന്ന്
നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലൂടെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാവും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ബന ഫൗക യഖ്ഫീഹി കല്ലഫ അൻ യഹ്മിലഹു യൗമൽ ഖിയാമ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ബനാ ഫൗക യക്ഫീഹി. ഒരാൾ ഒരു വീട് നിർമ്മിച്ചു, അവനേക്കാൾ അവന്റെ കഴിവിനെ അവന്റെ പ്രാപ്തിയേക്കാൾ അധികമുള്ള അവന് താങ്ങാത്ത രീതിയിലുള്ള ഒരു വലിയ വീട് നിർമ്മിച്ചാൽ കല്ലഫ അൻ യഹ്മിലഹു യൗമൽ ഖിയാമ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവനെ കൊണ്ട് അത് ചുമപ്പിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഒരു കസേര അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ലോൺ എടുത്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ അർബൻ ബാങ്കിന്റെ മുമ്പിലേക്ക് പോയാൽ, ഇവിടെ ഷൊർണൂർ അർബൻ ബാങ്കിന്റെ മുമ്പിലേക്ക് പോയാൽ കാണാൻ സാധിക്കും, വലിയൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് ആളുകളുടെ വീടും പുരയിടവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം അവരൊരു വില നിശ്ചയിച്ചിരുന്നു, അത് എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വീണ്ടും വില കുറച്ചിട്ട് വീണ്ടും അടുത്ത ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ലോൺ എടുത്ത് വെച്ച വീടുകൾ അവസാനം ജപ്തി നോട്ടീസ് അടിച്ചിരിക്കുന്ന ഒരുപാട് വീടുകളുടെ ഫോട്ടോ അർബൻ ബാങ്കിന്റെ ഫ്രണ്ടിൽ കാണും. ഇന്നലെയും പത്രത്തിന്റെ കൂടെ SBIയുടെ പരസ്യം ഉണ്ടായിരുന്നു. വീട് ലോണിൽ എടുക്കുന്നവർക്ക്, പിന്നെ കാർഷിക വായ്പ, അതുപോലെ ഹൗസ് ലോണിൽ, ഇതൊക്കെ ഉള്ള മറ്റുള്ള ബാങ്കുകളെക്കാൾ ഭവനരഹിത വായ്പ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലോണിന്റെ ഒരു നോട്ടീസ് ഇന്നലെയും പത്രത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഏത് ബാങ്ക് ആയാലും മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതാണ്. വലിയ വലിയ അംബാനി അദാനിമാരെ പോലുള്ള ആൾക്കാരുടെ കടങ്ങളൊക്കെ അവർ എഴുതി തള്ളുമെങ്കിലും പാവങ്ങൾ ചെന്നിട്ട് പൈസ എടുക്കുമ്പോൾ അതാരും എഴുതി തള്ളാൻ നിൽക്കത്തില്ല. അവസാനം ജപ്തിയായി വീടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ, മനുഷ്യന് മനസ്സിന് സമാധാനമില്ലാത്ത അവസ്ഥ വരെ ഉണ്ടാകും. നമുക്കറിയാമല്ലോ, ഇപ്പോ കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ, വെഞ്ഞാറമൂട്ടിൽ 5 പേരെ കൊന്നു അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആഡംബര ജീവിതം നയിച്ചു. അവസാനം എന്തായി? 5 ഉമ്മയെ ഉൾപ്പെടെ അവൻ അടിച്ചിട്ടു. അങ്ങനെ ഉമ്മയും അവന്റെ സഹോദരനെ കൊന്ന്, അങ്ങനെ എത്ര പേര്, 5 പേരെ കൊന്നിട്ട് ഈ ആഡംബര ജീവിതത്തിന്റെ അവസാനം അവന് വന്നിരിക്കുന്ന അവസാന ജയിലിലേക്ക് പോകേണ്ടി വന്നു. ഇത്രയും പേരെ കൊന്നിട്ട്, ഇത്രയും പേരെ ജീവൻ എടുത്തിട്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആഡംബര ജീവിതം അത് മനുഷ്യന് ദുനിയാവിലും ആഖിറത്തിലും ഖേദത്തിന് കാരണമാകും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധ ചെലുത്തണം. അറബിയിൽ വീടിന് ദാറ്, ബൈത്ത്, മൻസിൽ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് മനുഷ്യൻ താമസിക്കുന്ന വീടിനെ പറ്റി പറഞ്ഞത് സക്കൻ, മസ്കൻ എന്നാണ്. മസ്കൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന് സമാധാനം ഉണ്ടാവേണ്ട സ്ഥലം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഞാൻ നേരത്തെ ഓതി വെച്ചല്ലോ, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സക്കന. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ വീടുകളെ നിങ്ങൾക്ക് സമാധാനത്തിന്റെ ഇടങ്ങളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ആക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വീടുകൾ സമാധാനത്തിന്റെ ഇടങ്ങളായിട്ട് മാറണം. അവിടെ പരസ്പര സ്നേഹവും പരസ്പരം എല്ലാവരും സാഹോദര്യത്തോടു കൂടി ഉപ്പയും ഉമ്മയും മക്കളും ഉപ്പായും എല്ലാവരും നല്ല രീതിയിൽ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു അന്തരീക്ഷം, നല്ല തർബിയത്തോടു കൂടി, നല്ല പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ പാരായണം, സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ നിസ്കരിക്കുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അപ്പോ മനുഷ്യന് സമാധാനത്തിന്റെ വഴികൾ തുറന്നു വരുന്നതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിൽ നിന്നും പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ ആ ആദ്യ സൂക്തങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആ രൂപം കണ്ട് ഭയപ്പെട്ടിട്ട് നബിതങ്ങൾ ഓടി വന്നത് നബിതങ്ങളുടെ വീട്ടിലേക്കാണ്, നബിതങ്ങളുടെ ഭാര്യയുടെ അടുത്തേക്കാണ്. അവിടെ വന്നപ്പോൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമാധാനം കിട്ടി, നബിതങ്ങൾക്ക് മനസ്സിലൊരു കുളിർമ കിട്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഒന്ന് മനസ്സിൽ കൈവച്ച് ചിന്തിച്ചു നോക്കണം, നമ്മുടെ വീട് ഇങ്ങനെ ഒരു സമാധാനത്തിന്റെ ഒരു ഭവനമാണോ? നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ സമാധാനം കിട്ടാറുണ്ടോ? ഇന്ന് മനുഷ്യൻ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പുറത്തേക്ക് പോകും, അതായത് മറ്റുള്ള കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ട്, അതായത് വീട്ടിൽ നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഒരിക്കൽ നമ്മുടെ ഹമീദ് ഉസ്താദ് തന്നെ പറയുകയുണ്ടായി, ഉസ്താദ് മുമ്പ് ജോലി ചെയ്ത സ്ഥലത്ത് ഒരു വലിയ വീട്, ആ വലിയ വീട്ടിൽ മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലാണ്, ഉപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ജോലിക്കാർ വരും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ. ഉസ്താദ് ഇരിക്കുന്ന പള്ളിയിലേക്ക് ആ ഉപ്പുപ്പ സ്ഥിരം വരും, എന്നിട്ട് ഉസ്താദ് വീട്ടിലിരിക്കുമ്പോൾ സമാധാനമല്ല, അതുകൊണ്ടാണ് പള്ളി വന്നതെന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള വീടുകളാണ് നമ്മുടെ വീടുകൾ എന്ന് പറയണം. വലിയ വീടുണ്ട്, മക്കളൊക്കെ വിദേശത്താണ്, ഒരുപാട് പൈസ ഉണ്ട്, പക്ഷെ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ.
മുമ്പെങ്ങോ അൽബലാഗ് മാസികയിൽ വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന വിദേശികളായിട്ടുള്ള ആളുകൾ, അവര് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ പൈസ ചെലവാക്കിയിട്ടാണ് പല രാജ്യങ്ങളിൽ പര്യാടനത്തിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ അവരെടുത്ത് ചോദിച്ചാൽ അവരൊക്കെ പറയുന്ന ഒരു കാര്യം, ഒരു സമാധാനം, അതായത് ഒരു മനസ്സിന് ഒരു ശാന്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ വീടുകൾ സമാധാനത്തിന്റെ നല്ല ഭവനങ്ങളായിട്ട് നമുക്ക് മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പറഞ്ഞതുപോലെ നമ്മുടെ വീടുകൾ സമാധാനത്തിന്റെ, ശാന്തിയുടെ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, പരസ്പരം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വീടുകളായിട്ട് മാറ്റുന്നതിന് നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാനുള്ള നല്ല മനസ്സ് നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ സമാധാനമില്ലായ്മ മനുഷ്യന് ഉണ്ടാകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന കാര്യം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഹറാമിലുള്ള പൈസ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എത്രയോ ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യും, പല രീതിയിൽ വെട്ടിപ്പും തട്ടിപ്പും നടത്തി ഇവിടെ പൈസ കൊണ്ടുവന്നിട്ട് വലിയ വീടുകൾ ഉണ്ടാക്കും, വലിയ കാറുകൾ വാങ്ങിക്കും. ആ പൈസ കൊണ്ടുവന്ന് നമ്മുടെ മക്കളെ തീറ്റിക്കുമ്പോൾ അതിൽ എവിടെ നിന്ന് സമാധാനം ലഭിക്കാനാണ്? അതിലവായ അല്ലാഹു നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിതങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹു ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്. അല്ലാഹു പരിശുദ്ധിയെ മാത്രമേ, നല്ലതിനെ മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരായ അമ്പിയാക്കളോട് പറഞ്ഞതും അത് തന്നെയാണ്. പ്രവാചകന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ നല്ലതിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞു. വിശ്വാസികളോട്, സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളോട് അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നല്ലതിൽ നിന്നും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിഭവങ്ങളിൽ നിന്ന് നല്ലതിനെ മാത്രം നിങ്ങൾ ഭക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും നല്ലതിനെ മാത്രം തിരഞ്ഞെടുക്കണം. ശേഷം ആ ഹദീസിന്റെ താഴോട്ട് വരുമ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ അവൻ യാത്രക്കാരനാണ്, വല്ലാത്ത യാത്ര ചെയ്ത് അവന്റെ മുടികളൊക്കെ പാറി പറക്കുന്നുണ്ട്, അവന്റെ വസ്ത്രങ്ങൾ പൊടി പിടിച്ചിട്ടുണ്ട്. പക്ഷേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവൻ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കരഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ വമൽബസുഹു ഹറാം വമശ്റബുഹു ഹറാം, അവൻ കുടിക്കുന്ന പാനീയം അത് ഹറാമിന്റെ പാനീയമാണ്, അവൻ തിന്നുന്ന ഭക്ഷണം അത് ഹറാമിന്റെ ഭക്ഷണമാണ്. വമൽബസുഹു ഹറാം, അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം അതും ഹറാമിൻ്റെതാണ്. വഉദിയ ബിൽ ഹറാം, അവന്റെ ശരീരത്തിലൂടുന്ന രക്തം, അവൻ സമ്പാദിച്ചിരിക്കുന്ന മുഴുവൻ ഊർജവും അത് മുഴുവൻ ഹറാമിൽ നിന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ചോദിക്കുന്ന അവന്റെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ അല്ലാഹു ഉത്തരം നൽകും എന്നാദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം, യാത്രക്കാരന്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല മറയില്ലാതെ സ്വീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. പക്ഷെ നബി തങ്ങൾ പറയുന്നു, ഹറാമിൽ നിന്നുണ്ടായ ശരീരം, ആ ശരീരം ഹറാമുമായിട്ട് ബന്ധപ്പെടും. എന്തുകൊണ്ടാണ് ധാർമ്മിക ബോധമില്ലാത്ത ഒരു തലമുറ വളർന്നു വരുന്നത് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഇത് തന്നെയാണ്. എന്ത് കാര്യം വന്നാലും, എൻ്റെ വീട്ടിലെ അവസ്ഥയും അത് തന്നെയാണ്, എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ്. എന്ത് കാര്യം വന്നാലും നമ്മൾ ബാങ്കിലേക്ക് ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, പലിശ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, ആ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ എല്ലാവരുടെയും ഒരു സാധാരണ പ്രവണതയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ ഹറാമുകൾ നമ്മൾ സംരക്ഷിക്കണം. നമ്മുടെ മക്കളെ ഹറാമ് തിന്നുന്നതിൽ നിന്ന്, നമ്മുടെ വീടുകൾ ഹറാമിലൂടെ ഉണ്ടാക്കുന്നതിൽ നിന്ന്, അതുപോലെ നമ്മൾ ധരിക്കുന്നത്, നമ്മൾ കുടിക്കുന്നത്, നമ്മൾ കഴിക്കുന്നതുമായ എല്ലാം ഹറാമിൽ നിന്ന് മാറ്റി ഹലാലായതിനെ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ കുലു മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ലതിൽ നിന്നും, ത്വയ്യിബായതിൽ നിന്നും, ഏറ്റവും നല്ലതിൽ നിങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്ന നല്ല അടിമകളായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് സാധിക്കണം. അതുകൊണ്ട് ഇത് പറയുമ്പോൾ ഒരു വീട് വെക്കുന്നത് തെറ്റാണെന്നല്ല, മറിച്ച് ആവശ്യത്തിനുള്ള വീട് വേണം. നമുക്ക് മനസ്സിന് വിശാലത തോന്നുന്ന, മനസ്സിന്
ഒരു സന്തോഷം തോന്നുന്ന രീതിയിലുള്ള വീടുകൾ ഉണ്ടാവണം. അതല്ലാതെ ആവശ്യമില്ലാതെ ഇങ്ങനെ കുറേ മുറികൾ വെച്ചിട്ട് ഒരു വലിയ പടഭണ്ഡാരം കണക്കത്തെ വീട് വെച്ചിട്ടിട്ട് താമസിക്കാൻ ആളില്ലാത്ത ആ അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. ഇപ്പോൾ നമ്മൾ വെക്കുന്നു, ഇനി അടുത്ത ഒരു ജനറേഷൻ വരുമ്പോൾ അവർക്ക് അതിൻ്റെ മോഡൽ മാറും, അവർ പിന്നെ വേറെ മോഡലിലേക്ക് പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നല്ല നല്ല വീടുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ട കാര്യമായിരിക്കാം, ആസാമിലെ അതുപോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ബുൾഡോസർ രാജ് നടത്തിക്കൊണ്ട് ഈ അടുത്ത 2 ആഴ്ചയ്ക്ക് മുമ്പ് 4000-ഓളം വീടുകൾ ആസാമിൽ ചെറിയ ചെറിയ കാരണം പറഞ്ഞുകൊണ്ട് മുസ്ലിം ഗല്ലികളിലേക്ക് വന്നുകൊണ്ട് പൊളിച്ചു നീക്കുന്ന, ഭരണകൂടം പൊളിച്ചു നീക്കുന്ന അവസ്ഥ. അവിടെയുള്ള മനുഷ്യർ അവരുടെ സമ്പാദ്യത്തിന്റെ ആകെ തുകയായിരിക്കും ആ കെട്ടിപ്പൊക്കിയ ആ ചെറിയ വീട്. ആ ചെറിയ വീട്ടിൽ നിന്നും അവരെ ഒരു സുപ്രഭാതത്തിൽ വന്ന് ബുൾഡോസറും പോലീസും എല്ലാവരും വന്നിട്ട് അവരെ ഇറക്കുകയാണ്, തടയുന്നവരെ വെടിവെച്ചു കൊല്ലുകയാണ്. ഇങ്ങനത്തെ ഒരവസ്ഥ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സംജാതമായി കൊണ്ടിരിക്കുന്നു. ഒരു ഉന്മൂലനത്തിന്റെ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയത്തിന്റെ ആളുകൾ ആ ഉന്മൂലനത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ട് അതിന്റെ തുടക്കമിട്ടിരിക്കുന്നു. അതിന്റെ അതിർത്തികൾ അവർ ലംഘിച്ചുകൊണ്ട് നമ്മളിലേക്കും എന്നാണോ കടന്നു വരുന്നത് എന്നുള്ള കാര്യം ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് വസ്തുതയാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടിയിട്ടില്ല നമുക്ക് ദുആ ചെയ്യാം. ഒരു കയറിക്കിടക്കാൻ ഒരു വീടില്ലാത്ത ആളുകൾ അവർ തെരുവുകളിലേക്ക് ഇറങ്ങുകയാണ്. ഗല്ലികളിൽ നിന്ന് തെരുവുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനത മുസ്ലിം ആയതിൻ്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരായിട്ട് മാറണം. അതുപോലെ നമുക്കറിയാം, ഫലസ്തീന്റെ 80% വാസയോഗ്യമായ വീടുകൾ മുഴുവൻ തകർക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവസാനം പട്ടിണിയും പലവട്ടവുമായിട്ട് ഒരു ജനത. നമുക്ക് സോഷ്യൽ മീഡിയ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. നമ്മളെല്ലാവരും കണ്ടതാണ്, ഒരു കൊച്ചു കുഞ്ഞുങ്ങൾ അവർ എല്ലും തോലുമായിട്ട് മരിച്ച് പിടഞ്ഞു വീഴുന്നു. അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. ഒരു ഉമ്മ തൻ്റെ ഒരു പാല് കുടിക്കുന്ന പിഞ്ചു കുഞ്ഞിന്റെ മരണപ്പെട്ട ആ പിഞ്ചു കുഞ്ഞിനെ എടുത്തു വെച്ചുകൊണ്ട് ആ ഉമ്മ പറയുന്നു, പൊന്നു മോനെ, നിനക്ക് മുലയൂട്ടാൻ എനിക്ക് പാലില്ലാതായി പോയി, എൻ്റെ പാല് വറ്റി വരണ്ടു പോയി, എനിക്ക് കണ്ടു നിൽക്കാനല്ലാതെ, നീ എൻ്റെ മുന്നിൽ പിടഞ്ഞു വീഴുന്നത് കണ്ടു നിൽക്കാനല്ലാതെ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് ഫലസ്തീനിലെ ഉമ്മമാര് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കാര്യമായിട്ട് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റിക്കൊടുത്ത് പരിശുദ്ധമായ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ ശത്രുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല പാഠം പഠിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല വീടില്ലാത്ത എല്ലാ ആളുകൾക്കും നല്ല വീട് വയ്ക്കുവാനും അതുപോലെ മുസ്ലിമീങ്ങളുടെ മുഴുവൻ ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റി തരുമാറാകട്ടെ. അതുപോലെ തന്നെ ഫലസ്തീന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളെയും ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അടുത്ത് ഇന്റർനെറ്റിന്റെ ബഹിഷ്കരണം ഒരു അരമണിക്കൂർ ഉണ്ടായിട്ട് നമ്മൾ എത്ര പേര് അറിഞ്ഞു എന്നറിഞ്ഞുകൂടാ, എത്ര പേര് ചെയ്തു എന്നറിഞ്ഞുകൂടാ. ഒരു അരമണിക്കൂർ ഇന്റർനെറ്റ് ഓഫാക്കി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ചത്തേക്ക് ഒരു സംഘടന, അതായത് ഫലസ്തീന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ബഹിഷ്കരണ സംഘടന ആഹ്വാനം ചെയ്തതാണ്. എത്ര പേര് നമ്മൾ ചെയ്തു? നമ്മളൊന്ന് മനസ്സിൽ കൈവച്ച് നോക്കി. നമ്മൾ എന്താണ് നമ്മുടെ സഹോദരങ്ങൾ അവർ കഷ്ടപ്പെടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും മൊബൈലുണ്ട്. ആ മൊബൈൽ നോ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഓരോ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആ ഒരു കോഡ് ഉണ്ടാവും. ആ കോഡൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ അറിയാം ഇത് ഇസ്രായേലിന്റെ ഉൽപ്പന്നമാണോ എന്ന്. അത് ഇസ്രായേലിന്റെ ഉൽപ്പന്നമാണെങ്കിൽ അത് വാങ്ങിക്കാൻ പറ്റത്തില്ല എന്ന് അതിൽ എഴുതി കാണിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ബഹിഷ്കരണത്തിലൂടെ, അതായത് സാമ്പത്തിക ബഹിഷ്കരണം എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും അവസാനമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അല്ലാതെ നമുക്ക് ആർക്കും ഫലസ്തീനിൽ പോയി യുദ്ധം ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ ഫലസ്തീന് വേണ്ടിയിട്ട് ഈ ബഹിഷ്കരണ പ്രക്രിയയിൽ നമ്മളെല്ലാവരും പങ്കെടുക്കണം. നോ ടാക്സ് എന്നാണ് ആ ആപ്പിന്റെ പേര്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളെ അമൽ ചെയ്യുവാനും കൂടുതൽ പഠിക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി കഴിയുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് ബക്കറ്റ് കളക്ഷന്റെ കാര്യമാണ്. എല്ലാവരും കാര്യമായിട്ട് സംഭാവന ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും മുമ്പിലുള്ള സഫുകൾ വിടവുകൾ നികത്തി ഫ്രണ്ടിലേക്ക് കയറി.